ഭാരതത്തിന്റെ അഭിമാന കായിക താരം ഒളിമ്പ്യൻ PR ശ്രീജേഷിന് ജന്മനാടിന്റെ ആവേശോജ്വല സ്വീകരണം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ശ്രീജേഷിന് സർക്കാർ പ്രതിനിധികളും സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക് അസോസിയേഷനും ചേർന്ന് സ്വീകരണമൊരുക്കി. തുടർന്ന് വിമാനത്താവളത്തിന് പുറത്ത് റോഡ് ഷോയും സംഘടിപ്പിച്ചു. പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ നേട്ടം, രാജ്യാന്തര ഹോക്കിയിൽ നിന്നുള്ള വിരമിക്കൽ. ഇതിനുശേഷം ആദ്യമായി ഇന്ത്യൻ ഹോക്കി ടീം ഗോൾ കീപ്പർ രാജ്യത്തിന്റെ അഭിമാനം PR ശ്രീജേഷ് ജന്മനാട്ടിലേക്ക്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം കാത്തുനിന്ന് കായിക ആരാധകർ. ഹർഷാരവത്തോടെ പ്രിയ താരത്തിന് വരവേൽപ്പ്. അതിയായ സന്തോഷമെന്ന് ശ്രീജേഷിന്റെ വൈകാരികമായ പ്രതികരണം. വളരെയധികം സന്തോഷമുണ്ട്, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഇത് ചെറുപ്പക്കാർക്കുള്ള അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഇൻസ്പിറേഷനാണ്. കാരണം നാളത്തെ തലമുറ ഒരു സ്പോർട്സ് എന്തിനെടുക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലുള്ള ആദരവുകളാണ് അവർക്ക് ഓർമ്മ വരേണ്ടത്. ഒളിമ്പിക്സിന് പോകണം, ഒളിമ്പിക്സിൽ ജയിക്കണം, ഏഷ്യൻ ഗെയിംസിന് പോകണം, ഏഷ്യൻ ഗെയിംസിന് മെഡൽ വാങ്ങണം. ആ സ്വപ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനോഹരത കൂടുന്നത് ഇതുപോലുള്ള സ്വീകരണങ്ങൾ കിട്ടുമ്പോഴാണ്. ഹോക്കിയിൽ മുന്നേറാൻ സംസ്ഥാനത്തും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായി ഒരുക്കണം. ഒരു ജില്ലയിൽ ഒരു ഹോക്കി ടർഫെങ്കിലും വേണമെന്ന് ശ്രീജേഷ്. കേരളത്തിലേക്ക് വന്നിട്ടുള്ള 3 ഒളിമ്പിക്സ് മെഡലും ഹോക്കിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് സൗകര്യങ്ങൾ നമുക്ക് എന്തായാലും കേരളത്തിൽ വേണം. അപ്പം ചീഫ് മിനിസ്റ്ററിനെ കാണുമ്പോഴും അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്റ്ററിനെ കാണുമ്പോഴും എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് കേരളത്തിൽ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ഹോക്കി ടർഫെങ്കിലും വേണം. ഭാവി പദ്ധതികളെ പറ്റി ചോദിച്ചപ്പോൾ ശ്രീജേഷിന്റെ പ്രതികരണം ഇങ്ങനെ: ഇനി കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ഒത്തിരി ടെൻഷനുണ്ട്, ഒത്തിരി പ്രഷറുണ്ട്. അവിടെ കളിക്കുക, ജയിക്കുക. കാരണം ഓരോ മാച്ചുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞു ഒരു പ്ലെയറിൽ നിന്നൊരു കോച്ചിലേക്കുള്ളൊരു മാറ്റം അത് അനിവാര്യമാണ്. അതിന് കുറച്ചായിട്ടും മെൻ്റലി പ്രിപ്പറേഷൻ വേണം. അപ്പോൾ ഈ അടുത്തൊരു 3 മാസം അല്ലെങ്കിൽ 2 മാസവും അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലവാക്കുന്നത്. തുറന്ന വാഹനത്തിൽ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങി താരത്തിന്റെ യാത്ര. ശ്രീജേഷിനെ കാണുന്നതിനും ഒപ്പം സെൽഫി എടുക്കുന്നതിനും ആരാധകർ തിക്കിത്തിരക്കി. ആലുവ UC കോളേജിലും പൗരസ്വീകരണം ഒരുക്കിയിരുന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ ഒരുക്കിയ സ്വീകരണങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ ശേഷമാകും കുന്നത്തുനാട്ടിലെ വീട്ടിലേക്ക് ശ്രീജേഷ് എത്തുക. ജനം, കൊച്ചി.